ഞാൻ ചൂരമല സ്കൂൾ റോഡിലാണ് താമസം. പക്ഷേ രാത്രി പിന്നെ ഒരു ഒന്നര രാത്രി ആയിട്ടുണ്ടാവും, 1.5 മണിക്കൂറായിട്ടുണ്ടാവും. ആ സമയത്ത് ഞാൻ കിടക്കുകയാണ്. ടി വിയും കറണ്ടും അപ്പം ഇല്ല. കിടക്കുമ്പോൾ കട്ടിലിങ്ങനെ കുലുങ്ങുന്നുണ്ട് പിന്നെ ഭയങ്കരമായ ശബ്ദം, ഭൂന്നൊരു ശബ്ദം. പിന്നെ അടുത്തുള്ളവരിന്നൊക്കെ ഒച്ചയും വിളിയും കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളത്. മോനില്ല, മോൻ അവിടെ സ്ഥലത്തില്ല. അപ്പോൾ മോൻ നാട്ടിലാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. അപ്പോൾ ഞാൻ മോനെ വിളിച്ചു. എനിക്ക് ഈ ചെറുക്കന്മാരുടെ നമ്പറൊന്നും അറിയില്ല. അപ്പം വിളിച്ചു, മോനെ ഉരുള് പൊട്ടിയും തോന്നണം, മരങ്ങളൊക്കെ വീഴുന്നുണ്ട്, ആൾക്കാർ ഒച്ച കേൾക്കുന്നുണ്ട്, നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യ്, വാതിൽ തുറന്നിട്ട് വേഗം പറ്റുമെങ്കിൽ പുറത്തിറങ്ങിക്കോളി പറഞ്ഞു. പുറത്തിറങ്ങാൻ പറ്റില്ല, എല്ലായിടത്തും അതാണ്. അപ്പോൾ ഞാൻ കട്ടിലിൽ നിന്ന് എണീറ്റ് ചെരുപ്പ് ഇട്ടിട്ട് താഴെ നോക്കുമ്പോൾ താഴെയൊക്കെ കലക്ക് വെള്ളങ്ങൾ വീട്ടിൻ്റെ അകത്തൊക്കെ. അപ്പോൾ എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ അടുക്കള വാതിലേക്ക് ഓടിയിട്ട് അടുക്കള വാതിൽ തുറക്കുമ്പോൾ അടുക്കള വാതിൽ തുറക്കുന്നില്ല, അടുക്കള വാതിൽ ജാമായി, കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് ഓടിയിട്ട് പുറത്തുള്ള വാതിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നു, അത് തുറക്കുമ്പോഴും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ കട്ടിൽമ കയറി നിന്നിട്ട് ജനവാതിൽ തുറന്നിട്ട് ഒച്ചയ്ക്ക് വിളിച്ചു കൂവി, എന്നെ ഒന്ന് രക്ഷിക്കണേ, വാതിൽ തുറക്കാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട്. അപ്പോഴത്തേനും ചെറുക്കൻ അവിടെ നിന്നൊക്കെ ചെറുക്കന്മാരെ ചെറുക്കന്മാരപ്പോൾ ഞാൻ വിളിച്ചു കൂവിയപ്പോൾ ലൈറ്റ് അടിച്ചിട്ട്, പേടിക്കേണ്ട, ഞങ്ങളുണ്ട്, വെള്ളം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, റോഡ് മൊത്തം വെള്ളമാണ് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്ന് 5-6 ആൾ വന്നിട്ട് ഞാൻ ജനൽക്ക് കൂടെ ചാവി കൊടുത്തിട്ട് അവർ തുറന്നപ്പോൾ കിട്ടണില്ല. പിന്നെ അവരെന്നിട്ട് കിട്ടുന്നില്ല പറഞ്ഞു, ഒരുപാട് ചവിട്ടി കിട്ടിയില്ല. പിന്നെ അവരെന്നിട്ടോ അടുത്ത വീട്ടിൽ നിന്ന് മേൽഭാഗത്ത് റോഡ് ഭാഗത്ത് കുറച്ച് കയറ്റാണ്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവിടെ പോയിട്ട് ഒരു കൊടാലി എടുത്ത് കൊടുത്തിട്ട് വാതിൽ വെട്ടി പൊളിച്ചിട്ടാണ് എന്നെ ഇറക്കി കൊടുന്നതെന്നല്ല. അപ്പോഴത്തേനും കുറേ ആൾക്കാരെയൊക്കെ അപ്പുറത്ത് കയറ്റിയിട്ട് കുന്നുണ്ട്, കാപ്പിത്തോട്ടം, അവിടെ കൊണ്ടുപോയി നിർത്തി. അപ്പോൾ എന്നെ അവിടെ കൊണ്ടുപോയി നിർത്തി. അപ്പോൾ ഞങ്ങൾ നേരം വെളുക്കുന്നത് വരെ ആ മഴയത്ത് അവിടെ നിൽക്കുകയാണ് കാട്ടിൽ. പിന്നെ രണ്ടാമതും അതുപോലെ ഒരു ഉരുള് പൊട്ടി. ഞങ്ങൾ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ആ പൊട്ടലിൽ വീട് കുറേ പോയി, എൻ്റെ വീടും പോയി, ഒരുവിധം ആൾക്കാരെ വീടൊക്കെ പോയി. പിന്നെ കുറേ ആൾക്കാർ ഈ ഫസ്റ്റിലെ പൊട്ടലാകുമ്പോൾ വാർപ്പിൻ്റെ മേലെ കയറി നിന്നിരുന്നു. പക്ഷേ ഫസ്റ്റിലെ പൊട്ടലിൽ വീടുകൾക്കൊന്നും സംഭവിക്കാത്തതുകൊണ്ട് അവർക്കൊന്നും ഇപ്പോൾ സംഭവിച്ചില്ല. പക്ഷേ രണ്ടാമത്തെ പൊട്ടലിന് വീട് ഇളകി നിൽക്കുകയല്ലേ, രണ്ടാമത്തെ പൊട്ടലിന് അവരൊക്കെ അയൽവാസികൾ കുറച്ചെണ്ണം അവരൊക്കെ പോയി. എവിടെയാണ് അവർ ഒലിച്ചു പോയോ, മണ്ണിൻ്റെ അടിയിലായ വീടൊക്കെ മറിഞ്ഞതാ, എവിടെയാണെന്നൊരു വിവരമില്ല. നമ്മളെ ഫോണിലുള്ള നമ്പറിലൊക്കെ വിളിച്ച് നോക്കുമ്പോൾ എല്ലാം സ്വിച്ച് ഓഫ്. മുണ്ടക്കായ ഉണ്ട്, എനിക്കൊരു ചേച്ചീൻ്റെ മകളും 2 ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അവളെ ഭർത്താവും, അവരൊന്നുമില്ല. അവരൊന്നുമില്ല മുണ്ടക്കായുള്ള, മട്ടത്താണ് അവരൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു ആങ്ങളൻ്റെ മകളുണ്ട് മട്ടത്ത് താമസം. ഇതൊക്കെ ഞങ്ങൾ ജോലി ചെയ്തിട്ട് ഉണ്ടാക്കുന്ന വീടുകളാണ്. അവളും ഇല്ല, എല്ലാവരും പോയി. ഇപ്പോൾ അവിടുത്തെ ഒരു പെണ്ണാണ്, ഇപ്പോൾ അവിടെ താമസിക്കുന്ന ഒരു പെണ്ണാണ് ഇപ്പോൾ പറഞ്ഞത്, നിൻ്റെ ആൾക്കാരൊക്കെ പോയി, ആരുമില്ലാത്തൊരവസ്ഥയിലായി. ഇപ്പോൾ ഇനി വീടുമില്ല, ആരും വിളിച്ചിട്ടും കിട്ടുന്നില്ല. പിന്നെ അങ്ങനെ അവിടെ നിന്നാണ് നേരം വെളുക്കുമ്പോൾ ആ കാട്ടിൽ കൂടെ ഇറങ്ങി അങ്ങനെ ചൂരമല ക്രിസ്ത്യാനി പള്ളിയുണ്ട്, ആ പള്ളിയിലേക്ക് വന്ന് ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് പിന്നെ അവിടെ നിന്നാണ് ക്യാമ്പിലേക്ക് ആളെ കൊണ്ടപ്പം തന്നെ ഇന്ന് ഉച്ചൻ്റെ ശേഷം ക്യാമ്പിലേക്ക് ആളെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചാൾ അങ്ങോട്ടും കുറച്ചാൾ സ്കൂളിൻ്റെ അവിടെ ഉണ്ട്, പിന്നെ പഞ്ചായത്തിൻ്റെ അവിടെ ഉണ്ട് സ്കൂൾ, കുറേ പേര് അങ്ങോട്ടും പോയി. ഇനി ഞങ്ങളെ അവസ്ഥ എന്താ? ഇവിടെ ഞങ്ങൾക്ക് ഇതൊരു സ്കൂളല്ലേ, ഇവിടെ ഞങ്ങൾക്ക് കാലാകാലം ജീവിക്കാൻ പറ്റുമോ? ഒരു വീട് കിട്ടുന്ന എപ്പോഴാണ്, എന്നാ? അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് സരോജിനി. എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല, ആങ്ങളമാരില്ല, ചേച്ചിമാരില്ല, അനിയത്തിമാരില്ല, ഭർത്താവില്ല. നാട് മുഴുവൻ നിങ്ങളെ സഹായിക്കാണ്ടാവും അമ്മേ. അത് കേട്ട മാത്രമല്ല, ഒരു ചാള ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങാനൊരു സ്ഥലം വേണ്ടേ. പിന്നെ വാടക 10,000-5,000 രൂപ വാടകയ്ക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി. തൊഴിലുറപ്പിന് പോകുന്ന ആളാണ് ഞാൻ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇനി തൊഴിലുറപ്പില്ല, ഒക്കെ നിരത്തിയില്ലേ, എവിടെയും പോകാനല്ല. ഈ വാടകയും കൊടുത്തിട്ട് എങ്ങനെ ജീവിക്കുക? ഒരു നാടാ കണ്ട് പറഞ്ഞ പോലെ നിങ്ങളൊക്കെ സഹായിക്കണം, കണ്ടറിയണം. ഒരു വീടേ ഞാൻ ആഗ്രഹിക്കണുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയൊരു വീടാണ്, അതാണ് പോയത്. എല്ലാം പോയി. വിട്ടുകൊടുത്ത ഡ്രസ്സോട് കൂടെ വന്ന് ആ ഡ്രസ്സോട് കൂടെയാണ് നേരം വെളുപ്പിച്ചത് കാട്ടിൻ്റെ ഉള്ളിൽ കുന്നിൻ്റെ മേലെ നടുക്ക്. ആ നനഞ്ഞ വസ്ത്രവും കൊണ്ടാണ് ഞങ്ങൾ ഈ പള്ളിയിലേക്ക് വന്നത്. അവിടെ നിന്ന് ഇങ്ങനെ തണുത്ത് വിറച്ചിട്ട് അടുത്ത ആ സൈഡിലൊരു വീടുണ്ട്, അവർക്കൊന്നും ഉരുളുപൊട്ടില്ല. അവിടെ പോയിട്ട് ഒരു ചെറുക്കനോട് പറഞ്ഞു, ഒരു പാവാടി ഒരു നൈറ്റിയും തരാൻ പറയും.
തണുത്തിട്ട് എനിക്ക് വയറൊക്കെ വേദന ആവുക. അപ്പോൾ അവരൊരു നൈറ്റി ഒരു പാവാടയും കൊടുന്ന് തന്നു. അതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്ത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവരിപ്പോൾ ഒരു 2-3 നൈറ്റിയും പാവാടയും സോക്സൊക്കെ തന്നു. എനിക്ക് വാദം, കൊളസ്ട്രോള്, യൂറിക് ആസിഡ് ഇതൊക്കെ ഉള്ളതാണ് ഞാൻ. അപ്പോൾ ഇവർ എനിക്ക് 2-3 ഇത് പിന്നെ ഡോക്ടർ വന്ന് ഒരു വേദന കൂടുകയാണെങ്കിൽ പാരാസിറ്റമോൾ കുടിച്ചോളി പറഞ്ഞ് തന്ന്, പിന്നെ തേക്കാനൊരു ഓയിൽമെൻറ്റ് അതൊക്കെ തന്നിട്ട് ഇത് ഇവിടെ എത്ര ദിവസം ഞങ്ങളിവിടെ ഇരിക്കും? ഒരു ലക്ഷ്യം ഉണ്ടാവും. ഇപ്പോൾ ഇതെന്താ പറയുക, ഉള്ളിൽ പോവും. എല്ലാവരും പറയും ഇങ്ങനെ കഷ്ടപ്പാട് പറയുമ്പോൾ ഞങ്ങളുണ്ട്, ഞങ്ങൾ സഹായിക്കും, ഞങ്ങളെടുക്കും. പക്ഷേ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ നമുക്ക് ശ്വാസതല്ലല്ലോ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എവിടേക്ക് പോവുക? നമ്മളെ നാട്ടിലൊന്നും നിൽക്കാൻ പറ്റില്ല. ഒരു വീടുകളും ഇല്ല, ഒന്നുമില്ല. ഉള്ള ആൾക്കാരൊക്കെ പോയി, ഉരുളുപൊട്ടി പോയി. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? സങ്കടമാണത്.